നെയ്യാറ്റിക്കര നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ആൻസലിനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നേരിട്ടുള്ള ചോദ്യത്തിലേക്ക്, ഹാട്രിക് വിജയത്തിലേക്ക് എത്തുമോ? തീർച്ചയായും കേരളത്തിലെ ഐതിഹാസികമായ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വിജയത്തോടൊപ്പം നെയ്യാറ്റിക്കര മണ്ഡലം ഉണ്ടാവും. ഭരണ തുടർച്ചയും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഭരണ തുടർച്ച ഉണ്ടാവും. ഇപ്പോൾ പല വിവാദങ്ങൾ കൊടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി ഡീൽ ആരോപണങ്ങൾ വരുന്നു, അതുമായി വാദപ്രതിവാദങ്ങൾ അടക്കം ഉണ്ടാകുന്നുണ്ട്. അതിലെങ്ങനെയാണ് പ്രതികരണം? തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പല വിവാദങ്ങൾ ഉയർന്നു വരിക സ്വാഭാവികമാണല്ലോ. അതിനൊന്നും ഒരിക്കലും കഴമ്പുണ്ടാകില്ല, അതൊന്നും ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് അതൊക്കെ തള്ളിക്കളയുന്നു. അപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഭരണ തുടർച്ചയുണ്ടാവും, വികസന തുടർച്ച മണ്ഡലത്തിൽ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായും നെയ്യാറ്റിക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഏകദേശം 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. അതിൽ പലതും പൂർത്തീകരിച്ചു, പലതും പൂർത്തീകരണ ഘട്ടത്തിലേക്കാണ്. തീർച്ചയായും നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നെയ്യാറ്റിക്കര ടൗൺ. വടക്കിഞ്ചെന്ന നഗരസഭയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു വികസന സാധ്യത ഇവിടെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു പാർട്ട്, ലോജിസ്റ്റിക് പാർക്കെല്ലാം ഇവിടെ തന്നെ ടൗണിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്ഥലമെടുപ്പ് മറ്റു കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങളും വികസനങ്ങളും ഒക്കെ സാധ്യമാക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള MLA ഉണ്ടാകണമെന്ന് ജനങ്ങൾ കരുതുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.